Hello everyone, welcome to my YouTube channel. In the third day of 30 days in my life ആണ്. സോ ഇന്ന് 8th of June 2025 രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം ആസ് യൂഷ്വൽ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, അതിനുശേഷം ഞാൻ പഠിക്കാനായിട്ടിരുന്നു. സൺഡേയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ACCA പഠിക്കുന്നത്. ഞാൻ 2-3 വീഡിയോസിൽ ACCയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്നാണ് ഞാനത് പറയുന്നത്. ഞാൻ 4 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് ACCയെ കുറിച്ച് എൻക്വയറി ചെയ്തത്. ഒന്നാമത്തത് സൈലം, രണ്ടാമത്തെ എലാൻസ്, 3 III, നാലാമത്തതാണ് ലക്ഷ്യ. സോ ഇതിൽ എനിക്ക് സൈലം എന്നെ തിരിച്ച് വിളിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി III, എലാൻസ്, ലക്ഷ്യ എന്നെ വിളിച്ചു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയ ലക്ഷ്യയാണ്. കാരണം അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഫീസിൻ്റെ സ്ട്രക്ചറും നോക്കുമ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ലക്ഷ്യമായിരുന്നു. ഇപ്പം ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് May 5th സോ അന്ന് തൊട്ട് ഞാൻ ക്ലാസ് കാണുമ്പോൾ 1 month ആയെങ്കിലും എനിക്ക് നല്ല ബെറ്റർ ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. ലക്ഷ്യം തന്നെ നമുക്ക് വീക്ക്ലി ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ എനിക്ക് ആ റിസൾട്ട് വന്ന ടൈം 1 week മിസ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഈ സൺഡേ നല്ല രീതിയിൽ ക്ലാസ് ടൈം എടുക്കേണ്ടി വന്നു. സോ സൺഡേസിലാണ് വീക്കെൻഡ് എക്സാം വരുന്നത്. അപ്പം ആ ഒരു പോർഷൻ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് വീക്കെൻഡ് എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ACCയെ കുറിച്ച് പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു വീക്കെൻഡ് എക്സാമൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ടഫായി. കൂടുതൽ ടൈം എടുത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എനിക്കത് ഈസിയായി വരുന്നുണ്ട്. എനിക്ക് തോന്നിയത് നമ്മൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് അത് ഈസിയായി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് കുറച്ച് ശ്രദ്ധിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ടഫായിട്ട് തോന്നി. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ഈസി ആയിട്ടും തോന്നുന്നുണ്ട്. സോ അത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ അനുസരിച്ചിരിക്കും നമുക്ക് ഈസിയും ടഫായിട്ട് തോന്നുന്നത്. ഞാൻ ACCA ഹൈബ്രിഡ് കോഴ്സാണ് ലക്ഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. എല്ലാ സാറ്റർഡേയ്സും നമുക്ക് ലൈവ് സെഷൻ വരുന്നുണ്ട്. അതേപോലെ എല്ലാ സൺഡേയ്സിലും നമുക്ക് വീക്കെൻഡ് എക്സാം വരുന്നുണ്ട്. ഞാൻ മൺഡേ ടു സാറ്റർഡേ ക്ലാസ് കണ്ട് നോട്ടൊക്കെ എഴുതി വെച്ച് സാറ്റർഡേ ലൈവ് കണ്ടതിന് ശേഷം സൺഡേ ആണ് ഞാനിത് പഠിക്കുന്നത്. അതിനുശേഷമാണ് സൺഡേയിൽ വരുന്ന വീക്കെൻഡ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. വീക്കെൻഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതനുസരിച്ചായിരിക്കും ടൈം അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ തലേ ദിവസമാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇന്ന ദിവസം ഇത്ര പോർഷൻ കവർ ചെയ്യണം, ഞാൻ ഇത്ര ടൈമെന്ന് നോക്കാറില്ല, ഇത്ര പോർഷൻ കവർ ചെയ്യണമെന്ന് എടുക്കും. ചിലപ്പോൾ അത് 1 hour ആയിരിക്കും, ചിലപ്പം 2 hour എടുക്കും, ചിലപ്പം 45 minutes ഒക്കെ ആകുമ്പോൾ തന്നെ തീരും. അപ്പം നമ്മൾ ടൈം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പം പോർഷൻ പകുതി വെച്ച് നിർത്തേണ്ടി വരും. പക്ഷേ നമ്മൾ ഇന്ന പോർഷൻ കവർ ചെയ്യണമെന്ന് വെച്ച് പഠിക്കുമ്പം നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. ബൈ.